അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ദർഗ നാളുകളായി നടത്തിവരുന്ന ചൊവ്വാഴ്ച തോറും നടത്തിവരുന്ന ഈ ക്ലാസ് പതിവ് പോലെ ഇന്ന് നടക്കുകയാണ്. ഒരു ആമുഖമില്ലാതെ സ്വാഗത പ്രസംഗത്തിൽ ബിരാങ്കോയ സാഹിബ് സൂചിപ്പിച്ച പോലെ നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച്, അമലുകളെ സംബന്ധിച്ച് അത് സാധുവായി തീരാൻ നാം എന്തു ചെയ്യണം, അത് സഫലമായി തീരാൻ നമ്മൾ എന്തൊക്കെ കരുതണം, എത്ര ശ്രദ്ധ ചെലുത്തണം എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കർമ്മങ്ങൾ ചെയ്യണമെന്നും അതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചും ധാരാളം നമ്മൾ കേൾക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായ ഒരു വചനം, അതേ ആശയം കുറിക്കുന്ന പല വചനങ്ങളും അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ചില ആളുകൾ തിഹാമ പർവ്വതത്തിൻ്റെ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം അത്രയേറെ കർമ്മങ്ങളുമായി പരലോകത്തു വരുന്നു. പക്ഷേ അവർക്ക് അവിടെ ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഇത് നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തേണ്ടുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, അതേപ്പറ്റിയുള്ള ആക്ഷേപവുമല്ല. പ്രവർത്തിച്ചിരുന്നു, ധാരാളം കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങളുമായി പരലോകത്ത് വരുന്നു. തിഹാമ പർവ്വതം അവർക്ക് ഏറെ സുപരിചിതമാണ്. അവിടെ പർവ്വതങ്ങളിൽ ഏറ്റവും വലിപ്പത്തിലും അതിൻ്റെ ഗാംഭീര്യത്തിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന പർവ്വതം എന്ന നിലക്ക്, അപ്പോൾ അത് കണക്കെ എന്ന് പറഞ്ഞാൽ വലിയ വിധത്തിൽ അളവിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അമലുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഫജാൽനാഹു ഹബാഅൻ മൻസൂറ എന്ന് പറഞ്ഞ പോലെ വിതറപ്പെട്ട ധൂളികളെ പോലെ നാം ആക്കി മാറ്റുന്നു എന്ന വിധത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുന്നു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ. ജീവിതകാലത്ത് എത്രയോ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അതിനനുസൃതമായ മറ്റ് പല കാര്യങ്ങളിലും നാം ഏർപ്പെടുന്നു. നമ്മുടെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോരുന്നുണ്ട്, നമ്മളും കുടുംബങ്ങളുമൊക്കെ തന്നെ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൈമലർത്തേണ്ടുന്നൊരവസ്ഥ വന്നാൽ അത് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദുനിയാവിൽ വെച്ചുള്ളൊരു നഷ്ടത്തെ നമുക്ക് നികത്താൻ ചിലപ്പോൾ കഴിഞ്ഞ് എന്ന് വരും. പഠനത്തിൽ നമ്മൾ തോറ്റുപോയി എങ്കിൽ നമ്മുടെ കുട്ടികൾ വിചാരിച്ച രീതിയിൽ ഉയർന്നു പഠിച്ച് ആ നിലക്കുള്ള ഒരു മാർക്ക് വാങ്ങി ഒരു തിളക്കം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ മറ്റൊരവസരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കഴിവും നമ്മുടെ സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തോറ്റുപോയ കളിയിലും ഒന്നുകൂടി ഉയർന്ന് കളിച്ച് ഉയർന്ന വിധാനത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരും. ഒക്കെ തകർന്നുപോയ, നഷ്ടപ്പെട്ടു പോയ വലിയൊരു കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ അതിനെ നല്ല സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൂടുതൽ വിജയകരമായി എങ്ങനെ അതിനെ വളർത്താൻ കഴിയുമെന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആ നിലക്കുള്ള കച്ചവടത്തിലേക്ക് ഇറങ്ങിയാൽ ആ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞ് എന്ന് വരും. പക്ഷേ അതിന് അവിടെ കഴിയില്ലല്ലോ.
അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ഓർക്കേണ്ടുന്നൊരു വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജീവിതം കുറേയൊക്കെ ആയി, നമ്മളൊക്കെ വളരെ മുതിർന്ന ആളുകളാണ്, കുറഞ്ഞ ചെറുപ്പക്കാരേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ച് നോക്കുക, നമ്മൾ കുറേ കാലങ്ങൾ ഇവിടെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വയസ്സ് ദീർഘിച്ച ആളുകൾ അവർക്ക് തൂബാലിമൻ തോല ഉംറുഹു എന്നാണ്. കുറേ വയസ്സ് കിട്ടി, അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു, നല്ലതാണ്. പക്ഷേ എങ്ങനെയായിരിക്കണം? തൂബാലിമൻ തോല ഉംറുഹു വഹസുന അമലുഹു, അതോടൊപ്പം തൻ്റെ അമല് നന്നാക്കിയെടുക്കുകയും വേണം. കർമ്മങ്ങൾ നന്നാവണം. കർമ്മങ്ങൾ നന്നായി നല്ല വിധത്തിൽ പ്രവർത്തിച്ചു, ആ വിധത്തിൽ കുറേ കാലം ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ അത് വല്ലാത്ത അനുഗ്രഹമാണ്, അവർക്ക് മംഗളം എന്നാണ്. നമ്മളതിൽ പെടുമോ? നമുക്കതിന് അങ്ങനെ നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറേ ആളുകൾ പരലോകത്ത് അവർ വരുന്നു, ബിസലാത്തിൻ വ സക്കാത്തിൻ വ സിയാമിൻ, അങ്ങനെ അദ്ദേഹം കുറേ സിഹാമൽ ഹൈരിക്കൊല്ലി ഒരുപാട് നന്മകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ അതുമായാണ് വരിക എന്ന്. പക്ഷേ ലാ യുജ്സാലുഹും, അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല, ഇല്ല ബിഖദ്രി അഖ്ലിഹി, തൻ്റെ ബുദ്ധി അനുസരിച്ച് ആ നിലക്ക് ഉൾക്കൊണ്ടതിനല്ലാതെ. കുറേ പ്രവർത്തിച്ചു എന്നുള്ളിടത്തല്ല, എന്തിന് പ്രവർത്തിച്ചു എന്നും എങ്ങനെ പ്രവർത്തിച്ചു എന്നും ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് ശരിയായി വിലയിരുത്തി ആലോചിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതിന് മാറ്റമില്ലാത്തൊരു അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണത്. അതുണ്ടെങ്കിൽ വല്ലാത്ത പ്രതിഫലവുമാണ്. അപ്പം കർമ്മങ്ങൾ നന്നാകണമെന്നാണ്. കർമ്മങ്ങളൊക്കെ നമ്മുടെ മനസ്സറിഞ്ഞും തികഞ്ഞ മനസാന്നിധ്യത്തോടെയും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയും നിർദ്ദേശിക്കപ്പെട്ട പോലെ നിർവഹിച്ചുമൊക്കെയാണ് നമുക്കതിൻ്റെ നേട്ടം കൈവരിക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതൊക്കെ എന്തുമാത്രം നമുക്ക് നമ്മുടെ രേഖയിലുണ്ടാകും. ആ രേഖയിലില്ലാതെ കുറേ കാലം നമ്മൾ ജീവിച്ച്, ഞാനും നിങ്ങളൊക്കെ ജീവിച്ച്, അങ്ങനെ നമ്മൾ അതേപോലെ മറ്റുള്ള സഹോദരങ്ങളും നമ്മളൊക്കെ പരമാവധി കുറേ ശ്രദ്ധിക്കുന്നവരാണ്. എന്നിരുന്നാലും അങ്ങനെയല്ലല്ലോ, വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കണം. അബൂദറുൽ ഗഫാരി, അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ്. എന്തുമാത്രമാണ്! ഒരുപാട് സഹാബികൾ ഇസ്ലാം ഉൾക്കൊണ്ട് പിന്നെ അവസരം കാത്തു കുറച്ചുകൂടി ഒരു ആശ്വാസം കൊണ്ട് സമയം കണ്ടെത്തി അവരത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ്. അബൂദറുൽ ഗഫാരി അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം പ്രവാചകനോട് തന്നെ ചോദിച്ചു, ഇനി കാത്തിരിക്കേണ്ടതില്ലല്ലോ, വേഗം തുടങ്ങാമല്ലോ, ആളുകൾക്ക് എത്തിച്ചുകൂടെ? അനുവാദം കിട്ടി, പ്രവർത്തിച്ചു, ഇറങ്ങി, കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി. പക്ഷേ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നു, ഒരുപാട് മർദ്ദനമേറ്റു വാങ്ങി. അങ്ങനെയൊക്കെ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് പോകുന്ന ആ പ്രവർത്തകൻ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണാനന്തര സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം കില്ലത്തുസാദി എന്നാണ്. എൻ്റെ യാത്രാഭക്ഷണം ചുരുങ്ങിപ്പോയല്ലോ, ഇല്ലല്ലോ എൻ്റെ കൈവശമൊന്നും, മതിയായ യാത്രാ വിഭവങ്ങളൊന്നും കരുതാൻ കഴിയാതെ പോയല്ലോ എന്ന് അബൂദറുൽ ഗഫാരി വിലപിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. ആരാണത് എന്നുകൂടി നോക്കണം. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ച അവരെല്ലാം ദുഃഖിതരും വിഷമത്തിലും കഴിഞ്ഞുകൊണ്ട് ആ മരണവേളയിലും ആ സന്ദർഭങ്ങളിലുമൊക്കെ കഴിയുന്ന അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്തുമാത്രം പ്രവർത്തനങ്ങളെക്കുറിച്ച് കരുതലോടെ ശ്രദ്ധയോടെ ആവണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ അത്രയും ഒരാമുഖമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. ഇനി നോക്കൂ, നിങ്ങൾ പല രംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ സംബന്ധിച്ച് അതിനെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കർമ്മങ്ങൾ, പല പ്രാർത്ഥനകളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ വിധത്തൊക്കെ പഠിച്ചവരാണ് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനകളിലൊന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇൽമൻ നാഫിയൻ, ഉപകാരപ്രദമായ അറിവ്. അത് വല്ലാത്തൊരു കാര്യമാണ്. അറിവ് കുറേ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അറിവ് നമ്മൾ ഇച്ഛിച്ചിട്ടില്ലെങ്കിലും ആശിച്ചിട്ടില്ലെങ്കിലും നമ്മളതിന് കൊതിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പലവിധ അറിവുകളും ദിനേന, പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് നേടിക്കൊണ്ടിരിക്കുന്നു, നേടാൻ കഴിയുന്ന സാഹചര്യത്തിലും ചുറ്റുപാടിലുമാണ്. എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവിടെ ആലോചിക്കേണ്ടത് ഗുണകരമായ ഉപകാരപ്രദമായ അറിവ് എന്നത്, ഇൽമുൻ നാഫിയ്, ഇഹത്തിലും പരത്തിലും ഉപയോഗപ്പെടുന്ന അറിവ്, ആ നിലക്കുള്ള ഉപകാരമുള്ള അറിവിനെ ചോദിക്കണമെന്നാണ്.
മനസ്സിൽ വിചാരിച്ച ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പടച്ചവനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ ത്വയ്യിബൻ, നല്ല ആഹാരം, നല്ല വിഭവം, നല്ല രുചികരമായ ആഹാരം എന്നുള്ളിടത്തല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളിടത്തല്ല വിഷയം കിടക്കുന്നത്. നല്ല രീതിയിൽ സമ്പാദിച്ച് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ നേടിയെടുത്ത സമ്പാദ്യത്തോടെ അത് തിന്ന് അനുഭവിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. പടച്ചവനെ ആ വിധത്തിലുള്ള ആഹാരം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. അള്ള തരണം. നമുക്കതിന് ആഗ്രഹം വേണം. ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, നാം പ്രാർത്ഥിക്കണം. റിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. ഹദീസിൽ എങ്ങനെയാണ് പറഞ്ഞത്? മൂന്നാമതായിട്ട് അമലൻ മുതഖബ്ബലൻ, സ്വീകാര്യയോഗ്യമായ അമല്, കർമ്മം. നമ്മൾ പറഞ്ഞ വിഷയം അതാണ്. സ്വീകാര്യയോഗ്യമായ കർമ്മമാകണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത്തെ കാര്യം. ഇത് പറഞ്ഞു വല്ലാത്തൊരു വിഷയമാണത്. കുറേ അമലുണ്ടായത് കൊണ്ട് കാര്യമില്ല. അമല് അള്ളാഹ് സ്വീകരിക്കണം. അള്ളാഹു അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളത്? കുറേ നമ്മൾ അധ്വാനിച്ച് വുജൂഹുൻ യൗമൈദിൻ ഖാശിയ, ഭയചകിതരായി പരലോകത്ത് ചില മുഖങ്ങൾ കാണുന്നു. ആമിലത്തുൻ നാസിബ, നമ്മൾ പഠിച്ചവരാണ്. അധ്വാനിച്ച് തളർന്ന ആ വിധത്തിൽ തളർന്നു ക്ഷീണിതരായി പരലോകത്ത് വരുന്നു. എന്താ കാര്യം? പക്ഷേ അങ്ങനെ അധ്വാനിക്കുന്നതോടൊപ്പം അത് നമുക്ക് നമ്മുടെ രേഖയിൽ, നമ്മുടെ റെക്കോർഡിൽ അത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മൾ അറിഞ്ഞ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ നമ്മുടെ രേഖയിൽ ഉണ്ടാകാൻ പറ്റിയതാണോ? ആ വിധത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വിധത്തിൽ കരുതലോടെയാണോ ഞാൻ അതിനെ സ്വീകരിച്ചത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്? അങ്ങനെയൊക്കെ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മുസ്ലിമിനെ പറ്റി പറഞ്ഞിടത്ത് ഇതാ സർറത്തുക ഹസനത്തുക വൈദാ സാഅത്തുക സയ്യിഅത്തുക ഫഅൻത മുഅ്മിൻ. നീ ചെയ്യുന്ന നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു, നീ ചെയ്യുന്ന തിന്മകൾ നിന്നെ വ്യസനിപ്പിക്കുന്നു, ഞാൻ മനോവ്യതയിലാക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഫഅൻത മുഅ്മിൻ, നീ വിശ്വാസിയാണ്. നമുക്ക് നേരമുണ്ടോ? ഞാൻ ഇന്നത് ചെയ്തു, പക്ഷേ അങ്ങനെ ചെയ്തു പോയല്ലോ നാഥ, ഞാൻ ചെയ്തു പോയി, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, അങ്ങനെ മനസ്സിലാക്കാത്ത വന്നു പോയതാണ് നാഥ, നീ എനിക്ക് പുറത്തു തരണേ എന്നുള്ള ചെയ്തു പോയതിനെക്കുറിച്ചുള്ളൊരു മനോവ്യതയും വിഷമവും ദുഃഖവും ഉണ്ടാവുക. മറ്റൊന്ന്, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, പടച്ചവൻ ഞാൻ ഇന്നത് ചെയ്തു, നീ എനിക്ക് അതിന് എൻ്റെ പ്രതിഫലം തരണേ എന്ന് നമ്മൾ പറഞ്ഞ് ആ വിധത്തിൽ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ, മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവരാണ് മുഅ്മിൻ, ഫഅൻത മുഅ്മിൻ. അതില്ലെങ്കിൽ പിന്നെ എന്ത് വരും? കുറേ നന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, നോക്കുന്നിടത്തൊക്കെ നന്മയാണ്, പക്ഷേ അതേ ഓർമ്മയുള്ളൂ. ഈ നന്മയെ മുഴുവനും തകർത്ത് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന ഒരുപാട് തിന്മകൾ വേറെ ഉണ്ടാകും. അതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു മുഫ്ലിസിൻ്റെ ഉദാഹരണം വരുന്നത്. അതിൽ കടന്നു പോവുകയല്ല. മുഫ്ലിസ് ഇങ്ങനെ സമാധാനിച്ച ആളാണ്. പാപ്പരായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ഇന്ന രീതിയിലാണ് കച്ചവടത്തിൽ ഒളിഞ്ഞു പോയ ആളാണ്, ഞങ്ങൾക്ക് ആ രീതിയിൽ പറഞ്ഞു. പക്ഷേ അതല്ല എന്ന് നബി തിരുത്തി. പരലോകത്ത് സ്കാറുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളായിട്ട് വന്ന ആളാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ ഒരുപാട് ഇവൻ കൊടുത്തു തീർക്കേണ്ടുന്ന അവകാശികൾ അവിടെ എത്തിയിട്ടുണ്ട്. അടിച്ചവരും ചീത്ത പറഞ്ഞവരും അപഹസിച്ചവരും അങ്ങനെ പല വിധത്തിലും അവർക്ക് പലതും കെട്ടേണ്ടതുണ്ട്. അവകാശികൾ ചോദിക്കുന്നു. അങ്ങനെ അവർക്ക് ഇയാളുടെ നന്മ എടുത്തു കൊടുക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്നിട്ടും പരാതിക്കാർ ബാക്കി എന്നുള്ളത് വരുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവനെ പിടിച്ച് അവസാനം ഫയുൽഖാ ഫിന്നാരി, നരകത്തിൽ എറിയപ്പെടുന്നു എന്നാണ്. അതെൻ്റെ വിഷയത്തിൽപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തെക്കുറിച്ചൊരു ഒരു തിരിച്ചറിവിലൂടെ, ഒരു ശ്രദ്ധയോടെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നഷ്ടം വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പോലും എന്തുമാത്രം ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ ആ കുടുംബത്തിൻ്റെ കഥ വായിക്കുമ്പോൾ അവരെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടും റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം, നാഥാ ഇത് നീ സ്വീകരിക്കണമേ എന്നാണല്ലോ പറയുന്നത്. നീ സ്വീകരിക്കണേ എന്ന് അത് പറയാൻ നമുക്ക് കഴിയാറുണ്ട്. അങ്ങനെ അള്ളാഹ് സ്വീകരിക്കേണ്ടതാണ് എന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചു, ചെയ്തു, കുറേയൊക്കെ ചെയ്തു. പക്ഷേ ഈ ചെയ്തത് അള്ളാഹ് സ്വീകരിക്കണമല്ലോ. മനസ്സറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, കഴിയാറുണ്ടോ? കഴിയണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ഉള്ളിൽ തട്ടി ആ വിധത്തിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു സമാധാനമായിരിക്കും നമുക്കുണ്ടാവുക. പരലോകത്തെത്തിയാൽ നമുക്ക് അതിൻ്റെതായ പ്രതിഫലം നമുക്ക് വേണ്ട രീതിയിൽ അനുഭവിക്കാനും കഴിയുന്നു.
യാത്രാവേളയിൽ നമ്മളുള്ള പ്രാർത്ഥന നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. യാത്രാ സന്ദർഭത്തിൽ പലപ്പോഴും മനുഷ്യൻ്റെ ആ വിശ്വാസത്തെ, തക്കവയെയും അതേപോലെ പുണ്യം നേടാനുള്ള അവസരങ്ങളും ഒക്കെ കൈമോശം വന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും. കാരണം ആ നിലക്ക് യഥാർത്ഥ പാതയിൽ നിന്ന് തെന്നിമാറി തെറിച്ചു പോകുന്ന അവസരങ്ങൾ ധാരാളമുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹദാ, അല്ലാഹുവേ ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് പുണ്യം ചോദിക്കുന്നു. അൽ ബിർറ് വ തഖ്വ, തഖ്വയും ധർമ്മബോധവും നഷ്ടപ്പെട്ടു പോകരുത്, അത് ഉണ്ടാകണം നിന്നോട് ചോദിക്കുന്നു. വമിനൽ അമലി മാത്രല്ല, നമ്മൾ പറഞ്ഞു വരുന്ന വമിനൽ അമലി മാത്രല്ല, നീ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും. നോക്കൂ നിങ്ങൾ, കൂട്ടത്തിൽ രണ്ടാമതായി എണ്ണുന്നു അതാണ്. തൃപ്തിപ്പെടുന്ന പ്രവർത്തനവും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. പ്രവർത്തനം കുറേ ഉണ്ടായില്ല, അള്ള സ്വീകരിക്കണമല്ലോ. അപ്പം അള്ള സ്വീകരിക്കണമെന്ന വിശ്വാസത്തോടെ, ആ നിശ്ചയദാർഢ്യത്തോടെ, ആ രീതിയിലുള്ളൊരു ചിന്ത വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോഴേ നമുക്കതിന് കാര്യമുണ്ടാകുന്നുള്ളൂ. ഇതുപോലെ പലയിടങ്ങളിലും പല സന്ദർഭങ്ങളും നമുക്ക് കാണാം. ഒരു മനുഷ്യൻ്റെ മനസ്സിന് പക്വതയും പാകതയും ഒക്കെ വന്നു. അങ്ങനെ ആ ഖുർആൻ ആ കാര്യം എടുത്ത് ഇങ്ങനെ ഈ വ്യക്തമാക്കുന്നത്, അവന് 40 വയസ്സാകുമ്പോൾ അവൻ്റെ ആ പ്രസവകാലങ്ങളും അവൻ്റെ ആ ഗർഭ സന്ദർഭങ്ങളും പിന്നെ അവനെ പ്രസവിക്കപ്പെടുന്ന അവസരങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് അങ്ങനെ അവൻ ജനിച്ചു. 40 വയസ്സ് അങ്ങനെ ജീവിച്ചു. അപ്പോൾ മനസ്സിന് പക്വതയും പാകതയും ഒക്കെ വന്ന സന്ദർഭത്തിൽ അവൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫലമ്മാ ബല അശുദ്ധഹു വബല 40 സന ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നാഥ, എനിക്ക് നീ തൗഫീക്ക് നൽകണേ. അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ അത് മനസ്സിൽ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. പടച്ചവൻ്റെ തൗഫീക്ക് വേണം. പടച്ചവനെ അതിന് നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പറയുന്നത് വാൻ അഴ്മല സ്വാലിഹൻ തർലാഹു, രണ്ടാമത്തെ ആവശ്യം അതാണ്. വാൻ അഴ്മല സ്വാലിഹൻ തർലാഹു, നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ നല്ലത് പ്രവർത്തിക്കുവാനും. നമ്മൾ യാത്രയിനകത്ത് പറഞ്ഞു വമിനൽ അമലി മാത്രതാണ്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് വാൻ അഴ്മല സ്വാലിഹൻ തർലാഹു, നീ തൃപ്തിപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും നീ എനിക്ക് തൗഫീക്ക് നൽകണമെന്നാണ്. പിന്നെ വേറെ ചില കാര്യങ്ങളാണ്, എൻ്റെ വസലീലി ഫിദുരി, എൻ്റെ സന്തതികളിൽ നന്മ കൈവരുത്തണമേ, ഇനി ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങി ഇനി തുബത്തുയിലേക്ക് ഇനി മുസ്ലിമേ ഞാൻ മുസ്ലിമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതൊരു ശരിയായ മുസ്ലിമിൻ്റെ അവൻ്റെ മനസ്സിൽ നിന്ന് ഉതിർന്നു വരുന്ന പ്രാർത്ഥനയാണ് എന്നാണ്. പെട്ടെന്ന് 40 വയസ്സാകുമ്പോൾ ഉണ്ടാവില്ല. അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരുങ്ങേണ്ടി വരും. കുട്ടികളാണെങ്കിൽ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പഠിച്ച് ഏകദേശം എത്തുമ്പോൾ തൻ്റെ കുട്ടികളെക്കുറിച്ചുള്ള നിലക്കുള്ള ആ നിലക്ക് ചിന്തിക്കാൻ കഴിയും. അതേ വിധത്തിൽ ഞാൻ ഇവരെ വളർത്തുന്ന പോലെ എന്നെ വളർത്തിയ മാതാപിതാക്കൾ എന്ന നിലക്ക് മുന്നോട്ട് നോക്കാൻ കഴിയും. ആ രീതിയിൽ പടച്ചവനെ ആ വിധത്തിൽ ഓർക്കാൻ കഴിയും. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ പടച്ചവനെ എനിക്ക് നന്മ ചെയ്യാൻ അവസരം നീ നൽകണേ എന്ന്. ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ആ നിലക്കുള്ള ഒരു ചിന്തയില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വഴിമാറി പോകുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ വളരെ കരുതലോടെ നമ്മൾ ഓരോ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ എത്രയോ നമ്മൾ അധ്വാനിക്കുന്ന, പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ. പണ്ട് ആളുകൾക്കൊരിടത്ത് എത്തിച്ചേരാൻ പ്രയാസമാണ്. അങ്ങനെ എത്തിച്ചേർന്നവർ പ്രവർത്തനത്തിലായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ വേഗം ഓരോ സ്ഥലത്തെത്തുന്നു. പെട്ടെന്ന് പണ്ടൊക്കെ നമ്മൾ ഒരു ഉച്ചവരെ നടന്നു പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വേഗം പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി, അല്ലെങ്കിൽ ഏതാനും 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ആ വിധത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രവർത്തനം എനിക്ക് എൻ്റെ കൂട്ടിനുണ്ടാകുമോ എന്ന് നമ്മൾ അത്ര ആലോചിക്കാറില്ല. ആലോചിക്കുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും നമ്മുടെ പല സന്ദർഭ ചർച്ചയിൽ നമ്മളൊക്കെ ഇത് മനസ്സിലാക്കിയതാണ് ആളുകളിൽ നിന്ന്. ശരിയാണ്, അങ്ങനെ കഴിയാറില്ല, മറന്നു പോകുന്നു. നമ്മളിപ്പോൾ എന്തെല്ലാം ദിക്റുകൾ പ്രാർത്ഥനകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ രാവിലെ വൈകുന്നേരം എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളും നമുക്ക് നിർവഹിക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ പറഞ്ഞത് ഉണ്ട്, പക്ഷേ മറന്നു പോകുന്നു, വേണ്ടപോണ ഉള്ളിൽ തട്ടി നിർവഹിക്കാൻ കഴിയുന്നില്ല. നമസ്കാര കാര്യങ്ങൾ പോലും അങ്ങനെ തന്നെ, മറ്റിടപാടുകളും അങ്ങനെ തന്നെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതൊക്കെ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവേണ്ടതാണല്ലോ എന്ന് മനസ്സിലാക്കി ഈ പ്രവർത്തന രംഗത്ത് തുറന്ന മനസ്സോടെ, മനസ്സാന്നിധ്യത്തോടെ കൂടി ഓരോ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയണം.
ആ രീതിയിലാണ് ഈ കാര്യം നമ്മെ പഠിപ്പിച്ചത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഇത്തരം വിഷയങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ആദ്യമായി കരുതേണ്ട ഒരു വിഷയം, ഇതൊക്കെ എൻ്റെ നന്മക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയല്ല എന്ന് ഖുർആൻ പലപ്പോഴും ഇടയ്ക്കിടെ പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിയതുണ്ട്. സാന്ദർഭികമായി ചില കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഖുർആൻ ഒരിടത്ത് പറയുന്നത് മൻ അമില സാലിഹൻ ഫലി നഫ്സിഹി എന്നാണ്. ആരെങ്കിലും ഒരു നല്ല കർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ ഫലി നഫ്സിഹി, അത് അവനാണ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. അവൻ മറ്റയാളെ ബോധ്യപ്പെടുത്താനോ അയാളുടെ തൃപ്തി സമ്പാദിക്കാനോ അല്ലെ അയാളെന്ത് വിചാരിക്കുമെന്ന് അത് ഒഴിവാക്കുക, അതൊന്നുമല്ല. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് അവന് തന്നെയാണ്. ഇത് ബോധ്യം, ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം ഏതൊരു കർമ്മത്തെ പറ്റി. ഫലി നഫ്സിഹി. മറ്റൊന്ന് മൻ അമില സ്വാലിഹൻ ഫലി അൻഫുസിഹിം യംഹദൂൻ എന്നാണ്. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലി അൻഫുസിഹിം എന്നാൽ അവർക്ക് വേണ്ടി അവർ യംഹദൂൻ തൊട്ടിലൊരുക്കുകയാണ് ചെയ്യുന്നത്. മഹദ് എന്ന തൊട്ടിലാണല്ലോ. യംഹദൂൻ അവർക്ക് വേണ്ടി തൊട്ടിലും ആ നിലക്കുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പം നന്മ ചെയ്യുമ്പോൾ ഖുർആൻ ആ കാര്യം എത്ര വ്യക്തമാക്കുന്നു. ഒരു നന്മ നമ്മൾ ഒരു നന്മ വിചാരിച്ചാൽ എന്താണ്? വിചാരിച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ല, ഫലം ഞമ്മൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം ഞമ്മൽ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് അല്ലാഹു തആല അവന് കുത്തിബത്ത് ഹസനത്തൻ സയ്യത്തൻ, ഒരു നല്ല പൂർണ്ണമായ ഒരു കാമിലത്തൻ പൂർണ്ണമായ നന്മയായി അവിടെ രേഖപ്പെടുത്തുന്നതാണ്. ചെയ്യാൻ വിചാരിച്ചു, എന്തോ കാരണം വെച്ചാൽ ചെയ്യാൻ കഴിഞ്ഞില്ല, കരുതിക്കൂട്ടി ചെയ്തില്ല എന്നല്ല, ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അല്ലാഹു തആല അതിനെ പൂർണ്ണമായ ഒരു നന്മയായി രേഖപ്പെടുത്തുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇനി ചെയ്തെങ്കിലോ ഫമൻ ഹമ്മ ബി ഹസനത്തിൻ ഫഅമില, ചെയ്തു എങ്കിൽ അതിനെ അല്ലാഹു തആല 10,000 രേഖപ്പെടുത്തുന്നു, 70,000 രേഖപ്പെടുത്തുന്നു. ആ വിധത്തിൽ 700 ഇരട്ടിയായ എങ്ങനെ അതിനേക്കാൾ അധികം എന്നാണ് ഹദീസിൽ ഉള്ളത്. 700 നിൽക്കുന്നില്ല, അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതില്ലാത്ത രീതിയിൽ ഓരോ മനുഷ്യനും എവിടെയാണ്, ഓരോ മനുഷ്യൻ്റെയും ചിന്ത എവിടെയാണ്, ഏത് രീതിയിലാണ്. 100 ആളുകളുണ്ട്, 100 ആളുകൾ നമസ്കരിക്കുന്നു, നമസ്കാരത്തിൻ്റെ രീതിയൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ ഒരേ അളവിലാണോ പ്രതിഫലം? അവൻ്റെ മനസ്സ് തന്നെ മാറിപ്പോകുന്നു. വേറെ ചില വേറെ വിധത്തിൽ നിർവഹിക്കുന്നു, വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്ന വിധത്തിലൊക്കെ എന്തായിരുന്നാലും ശരി, അതിന് ആത്യന്തിക പരിശോധനയിൽ അവസാനം എത്തിച്ചേരുന്ന ഓരോരുത്തരുടെയും അവരുടെ മനസ്സെവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അതിനൊക്കെ പ്രതിഫലം കിട്ടുക. അപ്പം ആ വിധത്തിൽ എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നന്മ ചെയ്താൽ അതിന് ആ സ്വന്തം അവർക്ക് തന്നെയാണ്, അതിനെ തൊട്ടിലൊരുക്കുന്ന ആ വിധത്തിൽ സൗകര്യം ഒരുക്കി അവർക്ക് തന്നെയാണ് അതിൻ്റെ നന്മ എന്ന രീതിയിൽ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും, നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾ ചെയ്ത നന്മക്ക് നിങ്ങൾക്കാണ് പ്രതിഫലം, വേറെ ആർക്കുമല്ല. ഈ ബോധ്യം പലപ്പോഴും ഉണ്ടാകാറില്ല. ആർക്കോ വേണ്ടി ആർക്കോ പറഞ്ഞവൻ ചെയ്യേണ്ടി വന്നു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പലരും പറയാറുണ്ട്, ഓരോ സാഹചര്യത്തിനനുസരിച്ച്. അതാണ് നമ്മുടെ വിഷയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അങ്ങനെ ഒരു വിധത്തിലുള്ള ചിന്തയും നമ്മെ സ്വാധീനിക്കരുത്. ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, എൻ്റെ നന്മക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞു, ആ വിധത്തിൽ ആ കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച ഉത്തമ ബോധ്യത്തോടെ വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോ കർമ്മത്തിലും ഇറങ്ങിച്ചെല്ലുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് നമുക്കെല്ലാം വളരെ പരിചിതമായ ഖുർആൻ അവസാനിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ കാണാം അള്ളാഹു നൽകിയ സ്വത്ത് നൽകുന്നതിനെക്കുറിച്ചുള്ള പ്രേരണയും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ സ്വഭാവങ്ങളും ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നും ഏത് വിധത്തിലുള്ള മനസ്സായിരിക്കണം എന്നൊക്കെ അവിടെ കാണാം. ഒരുപാട് വചനങ്ങൾ. അതിലൊന്ന്, വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വല്ലദ. നിങ്ങൾ ആദ്യ ഭാഗത്തൊക്കെ പലരും പഠിച്ചതാണ്, എൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. വിശ്വാസികളെ ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വല്ലദ, എടുത്തു പറഞ്ഞുകൊണ്ട് ആ വിധത്തിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ട്, ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ലാ തുബ്തിലു കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബാത്തിലാക്കരുത്, നിഷ്ഫലമാക്കരുത്. സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ ആ നിലക്കുള്ള മനോവിഷമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ആവരുത്. ഏതുപോലെ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ,
അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്തവർക്ക് ലഭിക്കാത്ത പോലെ അവർ ചെയ്താൽ അങ്ങനെയാണ്, അവർക്ക് ഒന്നും പ്രതിഫലം ഉണ്ടാവില്ല. ആ വിധത്തിലാണ് ഇവിടെ ബിൽ മഞ്ഞ് വല്ലത കല്ലതി യുംഫിക്കുമാലഹൂരി ആ അന്നാസി, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ആളുകളെ പോലെയായി മാറും. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ഉണ്ടാകില്ല എന്നാണ് അവിടെ വരുന്നത്, തീരെ കിട്ടില്ല. അതേ വിധത്തിൽ തന്നെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്തവർക്കും ഇതുകൊണ്ട് കാര്യമില്ല. എത്ര ചെയ്തിട്ടെന്താ, എത്ര കൊടുത്തിട്ടെന്താണ്? അവിടെ നേരത്തെ തിഹാമ പർവ്വതം എന്ന് പറഞ്ഞത്, ആ പർവ്വതത്തിൻ്റെ ഉയരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, ആളുകൾക്ക് എളുപ്പം ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ആവരുത്. അതിന് ഖുർആൻ അവിടെ ഒരു ഉദാഹരണം, ഏറ്റവും ഏത് മനുഷ്യനും, ഏത് സാമാന്യ ബുദ്ധിയുള്ള കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ, ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ. അതിൻ്റെ ഉദാഹരണം ഒരു ഫമസലുഹു കമസലി സഫ്വാനിൻ, ഒരു മിനുസമുള്ള ഒരു പാറ പോലെയാണ്. മിനുസമുള്ള പാറയാണ്, അതോടൊപ്പം അതിൻ്റെ പിന്നെ ഉപരിതലത്തിൽ അല്പം മണ്ണുണ്ട്. അല്പം മണ്ണുള്ള വളരെ മിനുസമായ ഒരു പാറയാണ്, അതാണ് ഉദാഹരണം. എന്നിട്ടോ അതിന് ഫഅസാബഹു വാബിലുൻ, ഒരു കനത്ത മഴ അതിന് ലഭിച്ചു. ഫതറകഹു സൽദൻ, അപ്പോൾ അത് ആ മഴ കാരണം ആ മഴ അതിനെ, ആ പാറയെ, അല്പം മണ്ണുള്ള മിനുസമായ പാറ അതിനെ എന്താക്കി മാറ്റി? സൽദൻ, ഒരു മൊട്ടപ്പാറയാക്കി മാറ്റി. ഒന്നുമില്ലാത്ത, കസബു, അവർ സമ്പാദിച്ചതിൽ ഒന്നും അവർക്ക് ലഭ്യമല്ലാത്ത വിധത്തിലായി മാറി. എളുപ്പം മനസ്സിലാകും. അല്പം മണ്ണുള്ളിടത്ത് ഒരു പേമാരി കിട്ടിയാൽ ഒരു തരി പോലുമില്ലാത്ത വിധത്തിൽ മൊട്ടപ്പാറയായി അവശേഷിക്കുന്ന പോലെ ആണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടും, ധർമ്മം ചെയ്തിട്ടും കൊടുത്തിട്ടും, പർവ്വതം കണക്ക് ഉയരത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. അതെല്ലാം ഈ വിധത്തിൽ മൊട്ടപ്പാറ പോലെയായി പോകുന്നു എന്നത് എത്രമാത്രം ശ്രദ്ധേയമാണ്, നമ്മുടെ മനസ്സിൽ പതിക്കേണ്ടതാണ്. നമ്മൾ ആലോചിക്കുക. അപ്പം ആ വിധത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, എത്രയേറെ കനത്തിൽ ചെയ്തിട്ട് പ്രതിഫലം ലഭ്യമാക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഒരു ചെറിയൊരംശം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദുദ്ദേശത്തോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങുകയും, നിങ്ങളിലൊരാൾ നിങ്ങളുടെ കുതിരക്കുഞ്ഞിനെ ലാളിച്ചു വളർത്തുന്ന പോലെ വളർത്തി വളർത്തി പരലോകത്ത് ഹുദുമലയോളം വലുതാക്കി വളർത്തി അവൻ അവിടെ പ്രതിഫലം കൊടുക്കുന്നു എന്നാണ്. എത്ര വ്യത്യാസമുണ്ട്! വളരെ വലിപ്പത്തിലും ഉയരത്തിലുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, ധർമ്മം ചെയ്തിട്ട് ഈ മൊട്ടപ്പാറ പോലെ ആയിപ്പോകുന്ന ഒരവസ്ഥ ഒന്നുമില്ല. എന്നാൽ അത്ര ഖനമില്ല, ഉയരമില്ല, ആ വിധത്തിൽ ചെറിയതാണ്, ചെറിയ അളവിലാണ് ചെയ്തതെങ്ങനെയാണ്? സദുദ്ദേശത്തോടെ. അപ്പോൾ അല്ലാഹു തആല സന്തോഷപൂർവ്വം അതിനെ ഏറ്റുവാങ്ങി. എന്നിട്ട് അല്ലാഹു തആല അതിനെ നിങ്ങളിലൊരാൾ കുതിരക്കുഞ്ഞിനെ വളർത്തുന്ന പോലെ വളർത്തി വളർത്തി അവസാനം പരലോകത്ത് അതിനെ വലിയ കൂലിയായി കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയല്ലേ നമുക്കുണ്ടാവേണ്ടത്? അങ്ങനെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ആകുമ്പോൾ എമ്പാടും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രവർത്തിച്ചത് നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ പ്രവർത്തിക്കണ്ട എന്നുള്ളിടത്തല്ല ഞാൻ വരുന്നത്. ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലം വളരെ വലുതായി പരലോകത്ത് കാണുന്നൊരവസ്ഥയാണല്ലോ ഉണ്ടാവുക. എന്തുമാത്രം സന്തോഷകരമാണത്! അവിടെയാണ് നമ്മുടെ ഈ വിഷയവുമായി നമ്മൾ ഇതിനെ തട്ടിച്ചു നോക്കേണ്ടത്. ആ വിധത്തിൽ കർമ്മങ്ങൾ നിഷ്ഫലമാവാതിരിക്കാൻ, കർമ്മങ്ങളെല്ലാം അതിൻ്റെ സഫലമായി തീരാൻ, അള്ളാഹു പരിഗണിക്കുവാൻ, ആ വിധത്തിൽ അംഗീകരിച്ചുകൊണ്ട് പ്രതിഫലം നമുക്ക് ലഭ്യമാക്കിയെടുക്കാൻ നാം ഏറെ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധക്ക് തകരാറ് സംഭവിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു വിശദീകരണം നൽകുകയല്ല. ഖുർആൻ തന്നെ പലയിടങ്ങളിലും, ഇപ്പം ഞാൻ നേരത്തെ ഓതി വെച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായത്തിലെ 19-19 വചനത്തിൽ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും ആഖിറത്തെ ഉദ്ദേശിച്ചു, ഒരു കർമ്മം ചെയ്യുമ്പോൾ ആഖിറത്തെ ഉദ്ദേശിച്ചു, അതിന് ലക്ഷ്യം വെച്ചു, വസഅ ലഹാ അതിനു വേണ്ടി അധ്വാനിച്ചു. അപ്പോൾ ആഖിറത്തെ ഉദ്ദേശിക്കാതെ അധ്വാനിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അധ്വാനിക്കുന്ന ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശ്വാസപൂർവ്വമാകണം.
വചനത്തിൻ്റെ അവസാനം വിശ്വാസത്തോടു കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയായിക്കൊണ്ട്. വസആലഹ, അധ്വാനിക്കുകയും വേണം. ആഖിറത്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ പ്രവർത്തന രംഗത്തില്ലെങ്കിലോ? ആഖിറം വേണമെന്നുണ്ട്. അങ്ങനെ വിശ്വാസിക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് വെറുതെ ഒരു വൃഥാവിലുള്ള ഒരു ആവശ്യമില്ലാത്ത വിചാരമാണ്. തർജുന്നജാത്ത വലം തസുലുക്കു മസാലിക്കഹ ഇന്ന സഫീനത്തലം തജിരി അലല്യബസി. മോക്ഷം നീ ആഗ്രഹിക്കുന്നു, രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ആഗ്രഹമുണ്ട്, ആഗ്രഹം പറയും, ആ വിധത്തിലൊക്കെ പലപ്പോഴും അത് പ്രകടിപ്പിക്കും. പക്ഷേ വലം തസുലുക്കു മസാലിക്കഹ, അതിന് വേണ്ട വഴിയിൽ നീ പ്രവേശിക്കുന്നില്ല എങ്കിൽ നീ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന സഫീനത്തലം തജിരി അലല്യബസി, കപ്പൽ കരയിലൂടെ ഓടുകയില്ല കേട്ടോ. ആർക്ക് മനസ്സിലാവും? കപ്പൽ കരയിലൂടെ ഓടുമോ? അത് കരയിലൂടെ കപ്പൽ ഓടാത്ത പോലെ, ഓടണമെങ്കിൽ വെള്ളത്തിലേ ഓടുള്ളൂ. അപ്പോൾ കരയിൽ ഓടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു അവിതർക്കിതമായ വിഷയമാണ്, തർക്കത്തിനാരും വരില്ല. ശരിയാണല്ലോ. അതേപോലെയാണ് പ്രവർത്തനമല്ലേ. എന്നാൽ പിന്നെ മോക്ഷം നീ ആഗ്രഹിക്കണ്ട, മോക്ഷം ഉണ്ടാകില്ല. മോക്ഷമുണ്ടാകണമെങ്കിൽ, രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ, രക്ഷ വേണമെങ്കിൽ അതിന് വഴികളിൽ പ്രവേശിക്കണം, എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ കാര്യം അത്ര ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ കുറേ അധ്വാനിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? കുറേ അധ്വാനിച്ചു, കുറേ പ്രവർത്തിച്ചു, പ്രയത്നിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞത് സയ്യഹ, അതിൻ്റേതായ പ്രവർത്തനം, ഓരോരുത്തരും ഇഷ്ടത്തിനുള്ള പ്രവർത്തനമല്ല. അവിടെയാണ് നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ വ്യതിരിക്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ എന്തിനാണ് ഇങ്ങനെ വേർതിരിഞ്ഞ് പ്രവർത്തിക്കേണ്ടി വന്നത്? നമ്മൾ എന്തിങ്ങനെ സംഘങ്ങളായി എത്രയോ ആളുകളുടെ ഉണ്ട് ദുനിയാവിൽ, എത്ര ആളുകളാണ്. ആ ആളുകളുടെ കൂട്ടത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെ എത്ര അളവ് കുറവാണ് ഈ കോടിക്കണക്കിൽ ജനങ്ങളിൽ. ആർക്കായി നേരുള്ളത്? അപ്പോൾ അതുള്ള സ്വീകരിച്ച ആളുകൾ തന്നെ പല രീതിയിലും, പല വിധത്തിലും, പല വ്യാഖ്യാനങ്ങളിലും, ആ വിധത്തിലൊക്കെ ആയി അങ്ങനെയൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കേണ്ടത്, പ്രവർത്തിക്കാൻ പറഞ്ഞു സയ്യഹ, അതിൻ്റേതായ പ്രവർത്തനം, ഓരോന്നും എങ്ങനെ ചെയ്യണമെന്ന് വളരെ കണിശമായി കൃത്യമായി മതം നമ്മുടെ മുമ്പിൽ ആ വിവരണം നൽകിയിട്ടുണ്ട്. മതാധ്യാപനങ്ങൾ കണ്ടെത്തി ആ രീതിയിൽ എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ആ മതവിധി അന്വേഷിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാവേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റേതായ പ്രവർത്തനമായില്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ കുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. പ്രവർത്തനത്താൽ നഷ്ടം സംഭവിച്ച ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇന്നൽ അഖ്സരീന, ഏറ്റവും നഷ്ടം പറ്റിയ ആളുകൾ. ആ പ്രയോഗങ്ങൾ പഠിച്ചതാണ്. കുൽ ഇന്നൽ അഖ്സരീന ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, പ്രവർത്തനങ്ങളാൽ നഷ്ടം സംഭവിച്ച ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരട്ടെയോ, നിങ്ങളെ ഉണർത്തട്ടെയോ? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വഴിമാറിപ്പോയി. പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പ്രവർത്തിച്ചിരുന്നു, പക്ഷെ പ്രവർത്തനങ്ങളൊക്കെ മറ്റൊരു വഴിയിലൂടെ പോയി. അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയമാണത്. അങ്ങനെ ഒരു പ്രവർത്തനവും എൻ്റെത് വഴി മാറി പോകരുത് എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. അപ്പോൾ പ്രവർത്തനത്താൽ നഷ്ടം പറ്റിയ ആളുകളെ പറഞ്ഞു കേട്ടോ, അവർ വിചാരിച്ചിരുന്നു എന്നാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, അവർ വിചാരിച്ചു അവർ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നല്ലതാവണം. അപ്പോൾ ആവണം എന്നുള്ളത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നോമ്പും സക്കാത്തും ഹജ്ജും നല്ല നല്ല കർമ്മങ്ങളായി വരും, പക്ഷേ അത് ലാ ഈസ ഇല്ലാ ബിഖദരി അഖ്ലി, മനസ്സ് ഉൾക്കൊണ്ടതിനനുസരിച്ച്, മനസ്സിലാക്കിയതനുസരിച്ച്, അറിഞ്ഞതിനനുസരിച്ച്, എന്താണ്, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ച് ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി ചെയ്തതിനെ കിട്ടുള്ളൂ. കുറേ ആൾക്കാരെ കൂടെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ വന്നു, ഇവിടെ വന്നു, അതിനൊന്നും കാര്യം കിട്ടാവില്ല. ശരിക്കും അതിനെപ്പറ്റിയുള്ളൊരു ബോധം നമുക്ക് വേണം. അത് ആ ബോധത്തോടി നിർവഹിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, അപ്പോൾ ഒരു നല്ലതാണ് എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ആ കാര്യമില്ല. അപ്പം നല്ലതാവണം. അതാവാൻ വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞ സയ്യഹ, അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രയാസമല്ല. നമ്മൾ ഓരോന്നും ദീനീ രംഗത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിരുന്നാലും അവിടെയൊക്കെ നമുക്ക് നമ്മൾ കടന്നു പോകുന്ന പാത ഇതാണ് ശരിയായ സിറാത്ത് മുസ്തഖീം എന്ന്
നമ്മുടെ കഴിവിൻ്റെ പരമായി നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ആ നിൽക്കല്ല ഒരു ഉള്ളറിഞ്ഞുകൊണ്ട് ആരോ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം. ആ വിധത്തിൽ അവൻ അങ്ങനെയാണ് ആവേണ്ടത് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം. വഹു മുഅ്മിനുൻ, വിശ്വാസപൂർവ്വം ആ വിശ്വാസം പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു ബോധ്യമോ നമുക്കില്ലാതെ നമ്മൾ ഏതേത് കാര്യങ്ങളിൽ എത്ര അളവിൽ ചെയ്തിട്ടുണ്ട് ഒരു കാര്യമുണ്ട്. ഖുർആൻ പലയിടങ്ങളിലുണ്ട്. 2-3 സംഗതികൾ മാത്രം ഞാൻ പറയാം, അപ്പോഴേക്കും നമ്മുടെ സമയം കഴിയും ചെയ്യും. നിങ്ങൾ നോക്കൂ, ഒരു സ്ഥലത്ത് ഖുർആൻ സൂറത്ത് ഇബ്രാഹിം എന്ന അധ്യായത്തിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് സത്യനിഷേധികളായ ആൾക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ എന്നാണ്. കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുന്ന അതിൽ കാറ്റിന് വിധേയമായ വെണ്ണീർ പോലെയാണ് എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് മനുഷ്യനും, സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പുല്ലിൽ ചിന്തിയ തവിടേന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആർക്കും അത് മനസ്സിലാവും. എന്നാൽ ഒരു കാറ്റിലകപ്പെട്ടു എന്നുള്ള പറഞ്ഞ് നിർത്തിയില്ല ഖുർആൻ. ഒരു കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ. അപ്പം സാധാരണ കാറ്റടിച്ച് അതിൽ കുറേ വെണ്ണീർ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോയി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ആധുനിക ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തി വേണമെങ്കിലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ശേഖരിക്കാനുള്ള പാറിപ്പോയതൊക്കെ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരാം. ഇനി അങ്ങനെ സാധ്യത ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫിയൗമിൻ ആസിഫിൻ, ഒരു കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ. പിന്നെ ഇനി പറയാനില്ലല്ലോ, ഒരു ചെറിയ കാറ്റിനെ തന്നെ അതിജയിക്കാൻ കഴിയില്ല വെണ്ണീരിന്, ഒക്കെ പാറി പറന്നു പോകും അറിയാം. സാമാന്യം കുറച്ചുകൂടി വലിയ കാറ്റ്, അതൊന്നും അല്ല ഇത്. കൊടുങ്കാറ്റുള്ളൊരു ദിവസം. കൊടുങ്കാറ്റ് ഏതാനും കുറഞ്ഞ സമയമല്ല, നീണ്ട ശക്തമായ കൊടുങ്കാറ്റടിച്ച് വീശുമ്പോൾ പിന്നെ അതേക്കുറിച്ച് നമ്മുടെ മനസ്സ് ചിന്തിക്കാൻ അപ്രാപ്യമായ ഒരു കാര്യമാണ്. ആ വെണ്ണീർ പോലെയാകുന്നു എന്നാണ് വിശ്വാസമില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ. നോക്കൂ നിങ്ങൾ, എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? ആ രീതിയിൽ കൊടുങ്കാറ്റിൽപ്പെട്ട വെണ്ണീർ പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണമല്ലോ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് അള്ളാഹു സ്വീകരിക്കൂ, അല്ലെങ്കിലൊക്കെ പ്രവർത്തനം വഴിമാറി പോകുന്നു, ഈ രൂപത്തിലായി പോകില്ലേ എന്ന കാര്യം. ഇനി സൂറത്ത് അന്നൂർ എന്ന അധ്യായത്തിൽ അവിടെയും ഈ കാര്യം അത് അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള അവിശ്വാസികളുടെ, വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്, കാനൽ പോലെയാണ് എന്നാണ്. കസറാബിംബി ഖയ്യത്തിൻ, മരുഭൂമിയിലെ കാനൽ, മരീചിക. ആർക്ക് മനസ്സിലാകും? അത് ഏത് കാലത്തും എക്കാലത്തും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെയുള്ള വിശാലമായി കിടക്കുന്ന ഭൂതലങ്ങളിൽ നമ്മളിങ്ങനെ വളരെ ശക്തമായ വെയിലിൽ നോക്കിയാൽ അവിടെ ജലാശയമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാകും. നമുക്കിന്ന് എളുപ്പം നമ്മുടെ ടാറിട്ട റോഡിലൂടെ ശക്തമായ വെയിലുണ്ടാകും. ദൂരൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ മഴ പെയ്യുന്നു, വെള്ളമുണ്ട് എന്ന് തോന്നും, ഒക്കെ നമുക്കൊന്ന് അനുഭവപ്പെടും. മരുഭൂമിയിൽ ഏതായിരുന്നാലും അനുഭവപ്പെടും. എവിടെയും ഇത് ആളുകൾക്ക് അത് അറിയാൻ കഴിയാത്തൊരു കാര്യമല്ല, ബോധ്യമാകുന്ന വിഷയമാണ്. എന്നാൽ ആ കാനൽ പോലെയാണ് ഒരു ദാഹിച്ച മനുഷ്യൻ, യഹ്സബുഹും ലംആനു മാഅൻ, ദാഹം അനുഭവിച്ച മനുഷ്യൻ പല ഭാഗത്തേക്കും നോക്കുന്നു. അങ്ങനെ നോക്കി അവൻ അവിടേക്ക് നോക്കുമ്പോൾ അവിടെ മഴ തന്നെയാണ്, വെള്ളം തന്നെയാണ്, ജലാശയമാണ് എന്ന് മനസ്സിലാക്കി. അത്തായി രാജാവ് അങ്ങനെ നടന്നടുക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ യജിദു ഹുസൈൻ ഒന്നും അവിടെ കാണില്ല. എന്തൊരു ഉദാഹരണമാണത്! ആ വിധത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ. മറ്റുള്ളതിനല്ല നമ്മൾ വായിച്ച് ഈ കഥിച്ച് ആസ്വദിക്കാനല്ല. വിശ്വാസമില്ലാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്താൽ അവൻ്റെ അനുഭവം ഇങ്ങനെയാണ്. അവിടെയൊക്കെ നടന്നെടുത്ത ദാഹിച്ച മനുഷ്യൻ, അവൻ പ്രത്യേകം ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം എത്രത്തോളമാണ്, നമ്മൾ എത്രത്തോളം നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ. അള്ളാഹുവിനോട് പറയല്ല, പ്രാർത്ഥിക്കല്ലാതെ. സന്ദർഭം അവസരമൊക്കെ നോക്കൂ നിങ്ങൾ. തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭക്ഷണം ഒരു സ്ഥലത്തില്ലേ മറ്റു സ്ഥലത്ത് നമ്മൾ പോയിക്കൊള്ളണം. വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്നും നമ്മുടെ മുമ്പിലൊക്കെ ചുറ്റുപാടിലൊക്കെ ഉണ്ട്. എല്ലാവരും അത് അറിഞ്ഞോളണമെന്നില്ല. അപ്പം ആ ദാഹിച്ച മനുഷ്യൻ ദൂരേക്ക് ഒരു കാനൽ മരീചിയെ കണ്ടിട്ട് ആ താല്പര്യപൂർവ്വം ഉത്സാഹത്തോടെ ഓടി നടന്ന് അവിടെ എത്തി നോക്കുമ്പോൾ അത് വെള്ളമായിരുന്നില്ല എന്നത് ഏത് മനുഷ്യൻ്റെയും മനസ്സിനാഴയിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു സംഭവമാണ്. അതുപോലെ ആവരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് വല്ലാത്തൊരു വിഷയമാണ്. അതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല, ഒന്നും അവിടെ ഇല്ല, വെള്ളമില്ല. അങ്ങനെ അള്ളാഹുവിനെ ഇന്ദഹു പരലോകത്ത് അവിടെ ചെല്ലുമ്പോൾ അള്ളാഹിനെ കാണുന്നു. അവൻ്റെ ഹിസാബൊക്കെ അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കും. അതിലൊന്നും സംശയം വേണ്ട. എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ്, എന്തെല്ലാം തരത്തിലുള്ള വിചാരണയാണ്.
എന്നാൽ അതൊന്നും അള്ളാഹു സരീഉൽ ഹിസാബാണ്. വളരെ വേഗം നോക്കി കണക്ക് തീർത്ത ആ കാര്യമൊക്കെ അവിടെ നിന്ന് കിട്ടും. ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ഇല്ലാത്തതിന് കിട്ടൂല. ആ കാര്യമാണ് ഖുർആൻ ആയത്തിലൂടെ. തൊട്ടടുത്തൊരു വചനത്തിൽ ഒന്നുകൂടി ശ്രദ്ധേയമായൊരു കാര്യം, ഔക ളുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബുൻ ളുലുമാത്തുൻ ബഅ്ലുഹാ വദാക ഇരുട്ട്, എല്ലാം കൊണ്ടും ഇരുട്ട്. എന്താണത്? ആഴമേറിയ സമുദ്രത്തിലെ ഇരുട്ടുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ആ കാര്യം ഓർമ്മപ്പെടുന്നത്. ആഴമേറിയ സമുദ്രത്തിലെ ഇരുട്ടുകൾ, അതിൻ്റെ രൂപം പറയുന്നത് ആഴമേറിയ സമുദ്രത്തിൻ്റെ അഗാധതയിൽ അങ്ങോട്ട് സൂര്യപ്രകാശം കടക്കില്ല, അതുകൊണ്ട് അവിടെ ഇരുട്ടാവും നമുക്കറിയാം. പക്ഷേ ആ ഇരുട്ട് കൊണ്ടൊന്നും പറഞ്ഞാൽ പോരെ, ഈ മനുഷ്യന് വേറെ സാധ്യത ഉണ്ടാവരുത്. സർവ്വവിധത്തിലുമുള്ള അന്ധകാര നിബിഡമായ കട്ട പിടിച്ച ഇരുട്ടിൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? അടിയിൽ വെളിച്ചമില്ലാത്ത കൊണ്ട് എന്തായിരുന്നാലും, പക്ഷേ അവിടെ യഗ്ശാഹു മൗജുൻ, തിരമാലകൾ അതിനെ പൊതിയുന്നു എന്നാണ്, മേതള്ള അല്ല. മിൻ ഫൗഖിഹി മൗജുൻ, അതിൻ്റെ മേലെ ഉപരിഭാഗത്ത് മേറെ തിരമാലകൾ നമുക്ക് ഒരു സമുദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതും ആൾ മനസ്സിലാക്കൊണ്ടിരുന്ന അടുത്ത കാലം വരെ 1920 വരെ എന്നുള്ള കാലം വരെ ഒക്കെ ഏകദേശം 1685 വരെ വേറെ ചില രീതിയിലൊക്കെ അതിൻ്റെ വേലിയിറക്കം വേലിയേറ്റത്തെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ശേഷമൊക്കെയാണ് 900 ശേഷമാണ് യഥാർത്ഥത്തിൽ സമുദ്രത്തെ ആഴിയുടെ തിരമാലകളെക്കുറിച്ചുള്ള പഠനം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞത് സമുദ്രത്തിൻ്റെ ആഴിയിലെ ഇരുട്ട് പോലെ. എങ്ങനെ ഇരുട്ട്? അവിടെ തിരമാലകൾ അതിൻ്റെ ആഴിയെ അതിനെ പൊതിയുന്നു. മിൻ ഫൗഖിഹി മൗജുൻ, എന്നിട്ട് ഉപരിഭാഗത്ത് വേറെ തിരമാലകൾ. അപ്പോൾ തിരമാലകൾ തന്നെ അടിയിലും മേതയും ഒക്കെ തിരമാലകൾ. അതിൻ്റെ മേതെ മിൻ ഫൗഖി സഹാബുൻ, കാർമേഘം ഇല്ലെങ്കിലേ സൂര്യപ്രകാശം കൊണ്ട് വരുള്ളൂ. അപ്പോൾ ആ സൂര്യപ്രകാശം വരാനുള്ള വഴിയില്ല കാർമേഘം കൊണ്ട്. ഉപരിഭാഗത്ത് ശക്തമായി അഞ്ഞടിക്കുന്ന 50, 50, 100, 150 ഓരോ സ്ഥലത്തിൻ്റെയും അതിൻ്റെ വിശാലതയും ഒക്കെ വെച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്നതിൻ്റെ വേഗതയൊക്കെ വെച്ചുകൊണ്ട് ശക്തമായ തിരമാലകൾ ആർത്തിരമ്പുന്ന, അതൊക്കെ ഒരു വളരെ ശാസ്ത്രമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സമുദ്രത്തിൻ്റെ കട്ട പിടിച്ച് ഇരുട്ട്, ആ ഇരുട്ട് അവിടെ ഇതാ അഹ്റയദുഹാൻ്റെ കൈ പുറത്തേക്ക് ഇട്ടാൽ കാണാൻ കഴിയില്ല. നമുക്ക് നമ്മളെ ഒരു ശക്തമായ രാത്രിയിലെ ഇരുട്ട് തന്നെ അർദ്ധരാത്രിക്ക് ശേഷം നമ്മളെ കൈ പുറത്തിട്ടാൽ നമ്മൾ കാണും. പക്ഷെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല, നമ്മുടെ കൈ നമുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കാണില്ല. കൈ നമ്മുടെ ഉണ്ട്, വേറെ സാധനം വെക്കുന്നത് പോലെയല്ല. കൈ പുറത്തേക്ക് കാണുന്നില്ല, പക്ഷെ കൈ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ, കൈ നമ്മുടെ അടുത്താണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ ശക്തമായ ഇരുട്ടിനെ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അവിടെയുള്ള അടിയിലാമേ താഴെ മേലെ എല്ലാം ഇരുട്ട്. ഇതൊക്കെ സാന്ദർഭികമായി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറയുന്നത് ഖുർആൻ്റെ അമാനുഷികതയെ. അന്ന് പ്രവാചകൻ പറയുന്നത് ശാസ്ത്രം പഠിച്ചിട്ടില്ല, ആ നിലക്കുള്ള ചിന്തയില്ല, ആ നിലക്കുള്ള അറിവില്ല. ആ സമൂഹത്തിൻ്റെ മുമ്പിൽ സമുദ്രാഴിയിൽ ഉണ്ടാകുന്ന തിരമാലകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അള്ളാഹുവിൻ്റെ തൻസീലും മിൻ ഹക്കീമിൻ ഹമീസ്, സ്തുത്യാർഹനും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണെന്ന് നമ്മൾ വിചാരിക്കാൻ വേറെന്ത് മാർഗം? അതെന്നെ ഒന്ന് വിചാരിക്കാനുള്ളൂ. അതിന് കൂടുതൽ തെളിവ് നൽകുന്നു. അത് നിങ്ങൾ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ച് കാണും. 2 ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ചതിൻ്റെ ഓർമ്മയുണ്ട്. ആർട്ടിക് മേഖലയിലെ സമുദ്രങ്ങളിൽ ആ സമുദ്രഭാഗങ്ങളിലൊക്കെ ശക്തമായ കടലിനടിയിൽ നിന്ന് വലിയ കനത്ത ശബ്ദം പുറത്തു വരുന്നു. മാസങ്ങളായി കനേഡിയൻ സേന അവിടുത്തെ പല വിമാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന്. ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു? ശബ്ദം കേൾക്കുന്നു. അവിടെയുള്ള ജന്തുക്കളൊക്കെ, ജന്തുക്കളൊക്കെ പരിഭ്രാവസ്ഥയിലാണ്, പേടിയിലാണ് ഈ ശബ്ദം കേൾക്കുമ്പോൾ. അങ്ങനെ അവരതിന് നിരവധി പഠനം നടത്തിയിട്ട് ഇതുവരെ മെഞ്ഞാന്ന് ഞാൻ വായിച്ച മെഞ്ഞാന്ന് വരെ അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. ഇന്ന് നമ്മുടെ ശാസ്ത്രീയമായ സിദ്ധികൾ എത്രമാത്രം ഉയർന്നു. നവനവങ്ങളായ പ്രതിഭാസങ്ങൾ പിറന്നു വീണുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഒരുപാട് ടെക്നോളജിയിലൂടെ ഉയർന്ന മനുഷ്യൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഇത് അറിയാതെ പോയത്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രാഴിയിലെ തിരമാലകളുടെ പുറത്തു നടക്കുന്നതിനേക്കാളും ഗംഭീരമായ തിരമാലകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രം അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അതിൻ്റെ വേഗതയും അതിൻ്റെ ശക്തിയുമൊക്കെ. ഏതാനും സ്ഥലങ്ങളിലൂടെ ഏതാനും ഒരു 100 അടി അതിൻ്റെ വേഗതയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നഗരത്തിന് വേണ്ടുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ
പറ്റുന്ന അത്രമാത്രം സമാനമായ ശക്തി ആ തിരമാലകൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ ചെറിയ ചെറിയ തിരമാലകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആ ഇരുട്ടിനെ കുറിച്ച് പറയുന്നിടത്ത്, ആ ഇരുട്ടിൽ കൈവച്ചാൽ പുറത്ത് കാണാത്തതുപോലെ ആണ് നിങ്ങളുടെ വിശ്വാസമില്ലാത്ത കർമ്മങ്ങളുടെ അവസ്ഥ എന്നാണ് പഠിപ്പിക്കാനാണ് പറയുന്നത്, ശാസ്ത്രം പഠിപ്പിക്കാനല്ല. അതും ആ കൂട്ടത്തിൽ വന്നു എന്നർത്ഥം. അപ്പോഴും മനുഷ്യൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുമായിരുന്നു. ആ വിധത്തിൽ പല ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ കർമ്മങ്ങൾ സഫലമായി തീരാൻ നല്ല മനസ്സോടെ, നല്ല ഉദ്ദേശത്തോടെ, നല്ല നിയ്യത്തോടെ, എത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നമ്മിൽ നീങ്ങിപ്പോകുന്ന പല ആളുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളതിനെ വളരെ ഉൾക്കാര്യത്തോടു കൂടി, നല്ല ബേജാറോടുകൂടി തന്നെ കാണേണ്ട വിഷയമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബറിനടുത്ത് നിന്നിങ്ങനെ കരയുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം ചോദിച്ചു, യാ മുആദ് ബിൻ ജബൽ മാ യുബ്കീക, എന്താ നിങ്ങളങ്ങനെ കരയിക്കുന്നത്? നിങ്ങൾ കരയാൻ കാരണം എന്താ? അപ്പോൾ കരയാൻ കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ കരയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് ഓർത്തുകൊണ്ട് കരയുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന ലയസീറ റിയാഇ ശിർക്കുൻ, മറ്റുള്ളവർ കാണണമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്ത മനസ്സിനെ, അത് ഇന്ന യസീറ റിയ, അത് അളവ് കുറച്ചാണെങ്കിൽ പോലും, ഇന്ന യസീറ റിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകമാന്യ ആളുകൾ കാണണം, ആ വിധത്തിലുള്ള അഭിപ്രായം, അങ്ങനെ ഉള്ളൊരവസ്ഥ വരുന്നത് തന്നെ ശിർക്കുൻ, അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. അത് ഓർത്ത് ഞാൻ കരയാണ്. അപ്പോൾ എന്തെങ്കിലും സന്ദർഭം മനുഷ്യൻ്റെ മനസ്സിൽ പല തോന്നലുണ്ടാകാലോ. അങ്ങനെ തോന്നലുണ്ടായാൽ അത് വല്ലാത്തൊരു പ്രയാസമാണ്, നഷ്ടമാണ്. ആ നഷ്ടത്തിൽ പെടാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ തർക്കമില്ല, അവൻ ഇന്ന മഹാനാണ്, അവൻ നല്ലവനാണ്, അല്ലെ ഇന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെങ്ങനെ കേൾപ്പിക്കുമ്പോൾ അത് ചിലപ്പം മറ്റു സന്ദർഭത്തിൽ അത് ചിലപ്പോൾ പരലോകത്തേക്ക് കടന്നു പോകുമ്പോൾ ഇഹത്തിൽ കിട്ടുന്ന ചില ഒരു നന്മയായി മാറും. ആ രീതിയിൽ മനസ്സാവണം. പക്ഷെ ആ മറ്റേ വിധത്തിൽ ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ച് ഇന്ന രീതിയിൽ ഓരോരുത്തരെ ചൂണ്ടിക്കാണിക്കാൻ അവസരം, അത് തന്നെ അവന് കുറ്റകരമായിട്ട് അത് തന്നെ മതി എന്നൊരു ഹദീസിൽ കാണാം. അത്ര വരെ നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നും കടന്നു വരാൻ പാടില്ല എന്നാണ്. അത്ര സൂക്ഷ്മതയോടെ, ഒരു നിതാന്ത ജാഗ്രതയോടെ ആയിരിക്കണം നമ്മൾ ഓരോ കർമ്മരംഗത്തും ഇറങ്ങേണ്ടുന്നത്, കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഒരു വലിയ വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. മൻ സമ്മ അല്ലാഹു ബിഹി, ആരെങ്കിലും എനിക്കൊരു കീർത്തി ഉണ്ടാകണം എന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും പ്രവർത്തനമാവട്ടെ, ഇങ്ങനെ മനസ്സ് തോന്നിയാൽ മതി. അതിനെപ്പറ്റി അതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാകണമെന്നാണെങ്കിൽ സമ്മ അല്ലാഹു ബി, അത് അല്ലാഹു തആല അതുകൊണ്ട് അവനെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. മറ്റൊരു ഹദീസിൽ മൻ സമ്മ അല്ലാഹു അസ്മാ ഖൽഖി, തൻ്റെ സൃഷ്ടികളുടെ അവരെ കേൾക്കാൻ, അവരുടെ മുമ്പിൽ അവർ കീർത്തി ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവനെയും ആ വിധത്തിൽ ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള ജനങ്ങളുടെ ആ സദസ്സിൽ വെച്ച് അവനെ വഷളാക്കുമെന്നാണ്. സഖറഹു വഹക്കറഹു എന്നാണ്. അതൊരു അവസ്ഥ നോക്കൂ നിങ്ങൾ. അപ്പം അവിടെയൊക്കെ നമ്മൾ കരുതേണ്ടത്, നമുക്ക് ആരോടും വേറെ രീതിയിൽ നമ്മൾ വളരെ കരുതലോടുകൂടി നമ്മൾ ആലോചിച്ച് ജീവിച്ചാൽ വല്ലാത്ത ലാഭമാണ്, വല്ലാത്ത അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഓരോ കർമ്മങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അവിടെ ആ ശ്രദ്ധയോടുകൂടിയാകുമ്പോൾ എത്രമാത്രം ഗുണകരമായിരിക്കും. ഇത് ഒരു ചിന്ത വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. നമ്മൾ ഇങ്ങനെ പടച്ചവൻ ഇത് കാണുന്നു, പടച്ചവൻ ഇത് അറിയുന്നു, അവനെയാണിത് സ്വീകരിക്കേണ്ടത്, അവിടുന്നാണ് എനിക്ക് എൻ്റെ പ്രതിഫലം കിട്ടേണ്ടത് എന്ന ഒരു തികഞ്ഞ വിശ്വാസത്തോടു കൂടിയാകുമ്പോൾ ഓരോ കർമ്മങ്ങളും, ആ കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമായി അവനത് കാണും. ഓരോരുത്തർ നമ്മളിങ്ങനെ കാണണം. നമ്മളിപ്പോൾ നിസ്കരിക്കും, ഒരു നിസ്കാരം, ആ നമസ്കാരത്തെപ്പറ്റി ഇനി എനിക്ക് അടുത്ത് വേറെ നമസ്കാരത്തേക്ക് എത്താൻ കഴിഞ്ഞോളമുണ്ടോ? ഇപ്പം എനിക്ക് അവസരം കിട്ടി, ഈ അവസരത്തെ ഞാൻ നല്ല രീതിയിലാണ് പറഞ്ഞത്. നമസ്കാരം എന്ന് പറഞ്ഞത്
അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞാൻ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ലം യൻഹുൽ അബ്ദ സ്വലാത്തുഹു അനിൽ ഫഹ്ശായി വൽ മുൻകരി ലൻ യസ്ദദ മിനല്ലാഹി ഇല്ലാ ബുഅദൻ. ഒരു മനുഷ്യന് നമസ്കാരം അള്ളാഹുവിൽ നിന്ന്, അവനെ നീത പ്രവർത്തനങ്ങളിൽ നിന്ന്, ചിന്താഗതികളിൽ നിന്ന് അവനെ തടയാൻ പര്യാപ്തമല്ല എങ്കിൽ ലം യസ്ദദ മിനല്ലാഹി ഇല്ലാ ബുഅദൻ, അള്ളാഹുവിൽ നിന്ന് അകന്നകന്ന് പോവുകയുള്ളൂ എന്നാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണത്. നമസ്കരിക്കുന്ന നമസ്കാരം കൊണ്ട് അള്ളാഹുവിൽ നിന്ന് ദൂരെയായി പോകാനാണെന്ന് പറയുന്നത്. എന്ത് നമസ്കാരം കൊണ്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളിലൂടെ നമ്മൾ ജീവിതമല്ലെങ്കിൽ, നമസ്കാരം ആ വിധത്തിലാകുന്നില്ലെങ്കിൽ ഫവൈലുൽ മുസല്ലീൻ നമ്മൾ പഠിച്ചതാണ്. നാശം എന്നാ പറഞ്ഞത്. ലദീന മനസ്സിലാത്തി സാഹുവിനാണ്, അശ്രദ്ധരാണ്. ജീവിതത്തിൽ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെപ്പോലും തടയുന്ന ആളുകളാണ്. അതും തടയാൻ പാടില്ല ഒരു യഥാർത്ഥ നമസ്കാരക്കാരൻ. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകറാണ്. നിഷിദ്ധമായ കർമ്മങ്ങളെ, ചിന്താഗതികളെ തടയുന്നതാണ് യഥാർത്ഥ നമസ്കാരം. അങ്ങനെയില്ല നമ്മൾ നമസ്കരിക്കുന്നു. ഈ നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ ആകില്ലേ? നമസ്കാരമൊക്കെ ഉണ്ട്, ശരിയാണ്. വക്തൊക്കെ തെറ്റിക്കാതെ നമസ്കരിച്ചു, കൃത്യസമയത്ത് തന്നെ വന്നു. പക്ഷേ ആ നമസ്കാരത്തിന് ജീവനുണ്ടാക്കണ്ടേ? സലാത്ത് ജസദം ബിലാ റൂഹ് എന്നാണ് ആ ഫവൈലുൽ മുസല്ലി എന്നെടുത്ത് മുഫസ്സിറുകൾ വിശദീകരിച്ചിടത്ത് ജസദം ബിലാ റൂഹ്, ആത്മാവില്ലാത്ത ജഡമാണ് എന്നാണ്. അങ്ങനെ ആകാൻ പാടുണ്ടോ? ശരിയായ ചൈതന്യവത്തായൊരു നമസ്കാരമാകണം. നമസ്കാരം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ രേഖയിൽ, റെക്കോർഡിലൊക്കെ അതങ്ങനെ ഉയർന്നു കണ്ട് പരലോകത്തെത്തുമ്പോൾ എന്തൊരു സന്തോഷകരമായിരിക്കും നമുക്കത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ മറ്റൊരവസരത്തെ എപ്പോഴെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. വളരെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷയമാണിത്. അത് നമ്മൾ നേരത്തെ ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഒരു വിശ്വാസിക്ക് കടന്നു പോകാൻ പ്രയാസകരമായ ദുർഘടം പിടിച്ചൊരു അവസരമാണ്. പക്ഷേ വിശ്വാസി എന്ന നിലക്ക് ഏതേത് അവന് പ്രതിസന്ധികളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയും വേണം. വിശ്വാസിക്ക് പ്രതിസന്ധി ആവേണ്ടതില്ല. അവിടെയൊക്കെ തരണം ചെയ്യാനും ഉറച്ച നല്ല നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കടന്നു പോകാൻ നമുക്ക് കഴിയണം. അവിടെ ശരിയായ വിശ്വാസവും ഈമാനും ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എങ്കിലേ നമുക്ക് ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ അബൂദർ ഗഫാരി, അദ്ദേഹത്തെ നബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു ഉപദേശങ്ങളിൽ ചിലത്, 2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. യാ ബദർ യഖമിൽ സഫീന, കപ്പൽ നീ വളരെ ശക്തമാക്കണം. കാരണം അൽ ബഹ്റു അമീഖുൻ, നേരത്തെ നമ്മൾ പറഞ്ഞ കടൽ വളരെ ആഴമേറിയതാണ്. ആഴമേറിയ കടലിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് ഓർക്കണം. എവിടെയെങ്കിലും തട്ടിമുട്ടി തകർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ആ നിലക്കുള്ള സാധ്യതകളല്ലേ എന്നുള്ളത് ജീവിതമാകുന്ന പാരാവാരത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ആലോചിക്കേണ്ടത്. ഈ കൊടുങ്കാറ്റിലും ഈ ശക്തമായ തിരമാലകളിലും പെട്ട് ആടിയുലഞ്ഞ് തകർന്നു പോകേണ്ടതല്ല എൻ്റെ കപ്പൽ. അവിടെയൊന്നും തകർന്നു പോകാത്ത വിധത്തിൽ ശക്തമായി നിലനിൽക്കുന്ന ഉറപ്പുള്ളൊരു കപ്പലായിരിക്കണം എൻ്റേത് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ ഗഫാരിയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. യഹ്കമി സഫീന, ശക്തമാവട്ടെ, തട്ടിമുട്ടി പൊളിഞ്ഞു പോകുന്നതല്ല. ദൂരെ വളരെ ആഴമേറിയ സമുദ്രമാണ്, അതുകൊണ്ട് കരുതി മുന്നോട്ട് പോകാൻ. മറ്റൊന്ന് വഖ്ലുസുൽ അമല, പ്രവർത്തനത്തെ നീ നിഷ്കളങ്കമാക്കൂ. നമ്മുടെ വിഷയം അതാണ്. നിഷ്കളങ്കമാക്കണം നീ. ആർക്കോ വേണ്ടിയല്ല, എന്തിനോ വേണ്ടിയല്ല. ഇതിനൊക്കെ ലക്ഷ്യമുണ്ട്. ഇതിനൊക്കെ ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ പോയെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടെ, തീരുമാനത്തോടെ നമ്മൾ നിഷ്കളങ്കരായി, കളങ്കമില്ലാത്ത വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. കാരണം അറാഖിദു ബസീറൻ, നിരീക്ഷകൻ വളരെ കാണുന്നവനാണ്. നമ്മൾ പല നിരീക്ഷകന്മാരെയും നമ്മൾ ശ്രദ്ധിച്ചു കാണും. നമ്മളെ നിരീക്ഷിക്കുന്ന, നമ്മളെ ജോലി സ്ഥലത്ത് എല്ലായിടങ്ങളിലൊക്കെ നമ്മെ വീക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ അവരെ കണ്ണു വെട്ടിച്ചിട്ടുണ്ട്. അവരൊക്കെ പലപ്പോഴും നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാണാലോ എന്ന നിലക്ക് കച്ചവടക്കാരനും മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകൻ, എല്ലാവരും ഒക്കെ തന്നെ വിദ്യാർത്ഥിയാണെങ്കിൽ അധ്യാപകനെ പറ്റിക്കും. ആ നിലക്കൊക്കെ നമ്മൾ പലരെയും പറ്റിച്ചിട്ടുണ്ട്, സാധിക്കാറുമുണ്ട്, സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ റാഖിദ്, ഈ നിരീക്ഷകൻ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, ബസീറാണ്, വളരെ സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹുവാണത്. ആ നിരീക്ഷകൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വഖ്ലുസിൽ അമല, കർമ്മം നീ നിഷ്കളങ്കമാക്കി വെച്ചുകൊള്ളൂ എന്നാണ്. ശ്രദ്ധിക്കണ്ടേ?
ആരോ പറഞ്ഞോ, ആരോ അഭിപ്രായം പറഞ്ഞുള്ളിടത്തല്ലല്ലോ. ഇത് പടച്ചവൻ കാണുന്നു ഞാൻ ഈ ചെയ്തത്, ഞാൻ പറഞ്ഞത് ആ രീതിയിലാവണ്ടേ. അപ്പോൾ എന്തുമാത്രം നമ്മുടെ ഉള്ളും പുറവും നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിലല്ലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർമ്മങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കണം. വീഴ്ച ഉണ്ടാകുമ്പോൾ തിരുത്തി നമ്മൾ വരണം. പശ്ചാത്തപിക്കാനുള്ള അവസരം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എല്ലാവരും തീർന്ന ആളുകളാണോ? ആ വീഴ്ച മനസ്സിലാക്കി ആ വിധത്തിൽ തിരുത്തിയ ശരിയായില്ല, അന്നങ്ങനെ പറഞ്ഞു, അന്നങ്ങനെ ചെയ്തു, ശരിയായിരുന്നില്ല എന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം. വക്സിരിസാദ നേരത്തെ പറഞ്ഞ യാത്രാ ഭക്ഷണം വേണ്ടമോണം ഒരുക്കിക്കോ എന്ന് പറഞ്ഞ്. കാരണം എന്താ പറഞ്ഞാൽ അസഫർ തവീലൻ, യാത്ര വളരെ ദൂരമുള്ളതാണ്, പെട്ടെന്ന് അവസാനിക്കുന്ന യാത്രയല്ല. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 10, 60, 65, 70, 75 ഒക്കെ ആയി കഴിഞ്ഞു. നമ്മളെ യാത്ര ചെയ്താൽ കഴിയാൻ പോവുകയാണല്ലോ. അതിനൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ഒരു അതിരുണ്ട്. ഇത്ര നീണ്ടിരുന്നാലും ഇതൊന്നും അല്ലല്ലോ ജീവിതം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എവിടെയാണ്? തുടങ്ങുന്നല്ലേ ഉള്ളൂ. മരണത്തോടെയല്ലേ നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. ആ യാത്ര വളരെ വലുതാണ്. അറ്റമില്ലാത്ത ബർസഖിയായ ലോകം. അറ്റമുണ്ട്, അതിന് ഇല്ല എന്ന് പറയാൻ നോക്കില്ല. നീണ്ട കാലം, ദീർഘകാലങ്ങൾ, അതിലൂടെ ബർസഖിയായ കബടം തുടങ്ങിയിട്ട് ആ ബർസഖ് മരണത്തിന് ശേഷമുള്ള അവസ്ഥ, കാലം, ആ കാലം, ആ ബർസഖിയായ നീണ്ട കാലങ്ങൾ അറിഞ്ഞുകൂടെ എത്രയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് വിചാരണ നാൾ, ഖിയാമത്ത് നാൾ, ഭയങ്കര ബീഭത്സമായ ആ ഖിയാമത്ത് നാളിൽ, ആ ഖിയാമത്ത് നാളിൽ നമ്മളെല്ലാം മഹ്ശറയിൽ ലോകാരംഭം മുതൽ മനുഷ്യാരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ഭയങ്കര ബീഭത്സമായ സംഭവത്തെക്കുറിച്ച് ഉറപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ പലയിടങ്ങളിലും. അങ്ങനെ ഒരുമിച്ച് കൂട്ടി അവിടെ നമ്മൾ വിചാരണ നടക്കും. ആ വിചാരണ നമുക്ക് അനുകൂലമാകണോ പ്രതികൂലമാകണോ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ മതിക്കണം. ഇതൊക്കെ നമുക്ക് വരാനുള്ള സംഭവങ്ങളാണ്. അതിന് ആവശ്യമായ യാത്രാ വിഭവങ്ങൾ നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ എന്നാണ് നമ്മോട് പറഞ്ഞത്. നമ്മൾ ഒരു മാസത്തേക്കുള്ള യാത്രക്ക് ഉംറക്ക് പോവുകയാണ്, 15 ദിവസം, ഒരു മാസത്തേക്കുള്ള ഹജ്ജ്, വേണ്ട എല്ലാ സാധനങ്ങളും പറഞ്ഞതിലും കുറച്ചുകൂടി അളവ്, എല്ലാം കഴിഞ്ഞാലും പിന്നെ 2 കിലോ അവല് ബാക്കി, ചെറിയ അരിൻ്റെ കഞ്ഞിൻ്റെ അരി, അങ്ങനെ എല്ലാം നമ്മൾ അതൊന്നും മോശമാവില്ല, നമ്മളൊക്കെ വേണ്ടോണം കരുതും. അതുകൊണ്ട് നമ്മളെ ആവശ്യത്തിന് നമ്മുടെ സംയോഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പിന്നെ വേണം തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ആർക്കും കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുക. അതിലൊക്കെ നമുക്ക് കഴിയും. അതങ്ങനെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ പോയി. അല്ല അവിടെ പോയിട്ട് ഒരു 10 ദിവസത്തേക്കുള്ളത് കൊണ്ടുപോയി 15 ദിവസത്തെ മുമ്പുണ്ട്, പിന്നെ വെറുതെ മേലോട്ട് നോക്കി നടന്നിട്ട് കാര്യമില്ല, പൈസയില്ല, കാര്യമില്ല, പിന്നെ വേറെ ആരാധന തന്നെ നടക്കണ്ടേ? അതൊന്നും ചെയ്യണ്ട. അത് ഒക്കെ നമ്മൾ ചെയ്യും, വേണ്ട പോണം കരുതും. അതേപോലെ പരലോകത്തേക്കുള്ള യാത്ര തവീലാന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് 10, 15, ഒരു മാസത്തേക്ക് 5 മാസത്തേക്കുള്ള കാര്യമല്ല അത്. ശരിക്കും ബർസഖിയായ ലോകത്ത്, അവിടെ ആ ലോകത്ത് സന്തോഷത്തോടെ നമുക്ക് ആ ആനന്ദത്തോടെ കഴിയണം. ഇല്ല, നമ്മൾ വിശ്വസിക്കുന്നവരാണ്. നമ്മളങ്ങനെ ഉറങ്ങിക്കിടന്നിട്ട് അങ്ങനെ അവസാനം ഇതല്ല. ആ ശരിയാ എങ്ങനെ ആ ഉറക്കം എങ്ങനെയെന്നുള്ളത്, ആ അവസ്ഥ എങ്ങനെയെന്ന് അത് ഇന്ന് ചെയ്തു വെച്ചതിൻ്റെ ഇതേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പാടുപെട്ട് പണിയെടുക്കണം. കാരണം ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധ. ഇതുകൊണ്ടാണ് ഈ ഉപദേശം അബൂ ദർ ഗഫാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അതാണ് അദ്ദേഹം മരണവേളയിൽ പറഞ്ഞത്. അത് വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ പരിഭവം എന്താണ്? പടച്ചവനെ, ഞാൻ മരിച്ചു പോകുന്നു, പക്ഷേ കില്ലത്തു സാദി, എൻ്റെ യാത്രാഭക്ഷണം ചുരുങ്ങിപ്പോയല്ലോ, എൻ്റെ ഒന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. എന്താണ് അദ്ദേഹം ചെയ്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ടും അദ്ദേഹത്തിന് ദുഃഖമാണ്, വിഷമമാണ്, മനസ്സാകെ ചിതറിയ രീതിയിൽ അദ്ദേഹം സങ്കടപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കുക, നമുക്ക് അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ സന്തോഷം തന്നെ. ഇനിയുള്ള നാളുകളിൽ നമ്മൾ കഴിയുന്നിടത്തോളം ഒരവസരം ഉണ്ടാക്കി പരമാവധി ജീവിതത്തിൽ നമ്മുടെ നന്മയുടെ തുലാസിന് കനം തൂങ്ങുന്ന വിധത്തിൽ, എല്ലാ കർമ്മങ്ങളും ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന വിധത്തിൽ ചിന്തയിൽ കർമ്മങ്ങളിൽ ഏർപ്പെടണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനം, ഒരുപാട് കാര്യം എഴുതി കൊണ്ടുവന്നില്ല, ഒന്നും അതിലേക്ക് നോക്കിയില്ല. അത് നോക്കാതെ തന്നെ എൻ്റെ സമയം അങ്ങനെ പോയതുകൊണ്ട് സഹാബികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങളിങ്ങനെ മസീഹുദ് ദജ്ജാലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസീഹുദ് ദജ്ജാലിനെ പറ്റി പറഞ്ഞാൽ, മസീഹുദ് ദജ്ജാൽ അറിയാൽ നമ്മൾ നമസ്കാരത്തിൻ്റെ ഇളയിലൊക്കെ നമ്മൾ അതിന് രക്ഷ തേടുകയാണ്. അത്രയും മനുഷ്യ ജീവിത വിശ്വാസിക്ക് ഏറ്റവും വലിയ അപകടം വരുത്തുന്നതും ആ നാശത്തിന് രക്ഷപ്പെടാനാണ് പ്രാർത്ഥന. വേറെയുള്ള വിഷയമാണ്, അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ വലിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് മസീഹുദ് ദജ്ജാലിനെക്കാളും വലുതാന്നാണ് പറഞ്ഞത്. അതെന്താണ്?
അദ്ദേഹം പറഞ്ഞു അഷിർക്കുൽ ഖഫിയു, ഗോപ്യമായ ശിർക്ക്. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് അയാൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തെ അയാൾ ജസീദുഹു വർദ്ധിപ്പിക്കുന്നു, കൂടുതൽ നമസ്കരിക്കുന്നു, നന്നാക്കുന്നു. അങ്ങനെ എല്ലാവിധം എന്തിനാന്ന് ചോദിച്ചാൽ മിൻ നെളിരി റജുലിൻ ആഖർ, മറ്റൊരാൾ അയാൾ ആ ലിമ യറാഹു അദ്ദേഹം കാണുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് അയാളെ നിസ്കരിച്ചപ്പോൾ അതിൻ്റെ അടുത്ത പരിസരത്ത് ഒരാളുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമസ്കാരവും അതിനനുസരിച്ച് അയാളിങ്ങനെ ശരിയാക്കി. അങ്ങനെ വന്നു പോകരുത്. അപ്പം അങ്ങനെ വന്നാലുള്ള അപകടവും നഷ്ടവുമാണ് മസീഹ് ദജ്ജാലിനേക്കാളും വലുതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത്ര ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പരിഗണിക്കേണ്ടുന്നൊരു വിഷയമാണ് നമ്മുടെ കർമ്മങ്ങൾ. എവിടെയും വീണ് പൊട്ടിത്തെറിച്ച് പോകരുത്. അത് എൻ്റെ അടുത്ത് വേണം, എൻ്റെ കൈവശമുണ്ടാക്കണം. നിങ്ങളിവിടെ നിന്ന് ക്ലാസ്സിന് വന്നു, നമ്മൾ പല അഭിപ്രായങ്ങൾ പറയാം, അതല്ലല്ലോ നമ്മൾ വന്നു, നിങ്ങൾ വരുമ്പോൾ നല്ലൊരു നിയ്യത്ത് നമുക്കതല്ലേ ചെയ്യേണ്ടുള്ളൂ. നമ്മൾ വേറൊരുത്തൻ നമ്മളെ വന്നു, നമ്മളാ വരുമ്പോൾ ഇന്ന കാര്യമാണ് എന്തെങ്കിലും നീ കേൾക്കണം. ചിലതൊക്കെ നമ്മൾ കേട്ട വിഷയം തന്നെ ആവും. കേൾക്കാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കേട്ടതാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ അത് ഓർമ്മപ്പെടുത്തൽ കൊണ്ട് കുറച്ചുകൂടി നമ്മൾ അങ്ങനെ കാണില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, മോശമായി പോകുന്നു. എൻ്റെ ജീവിത തിരക്കുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീടും ചുറ്റുപാടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും എൻ്റെ പ്രയാസം തന്നെ അതാണ്. പല കാര്യങ്ങളിൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ദുഃഖം എനിക്കുണ്ട്. കാരണം നമ്മളെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ പലപ്പോഴും എന്നോട് ഒരു ക്ലാസ്സിന് തന്നെ പറഞ്ഞാൽ തന്നെ എനിക്ക് ഒന്ന് ഒത്തിയിരുന്ന് ശാന്തമായി നിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു, ഞാൻ വെറുതെ ഒന്നും ഏൽക്കാൻ കഴിയാത്ത, കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ അതൊക്കെ തീർന്നിട്ട് ആ തിര അടങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ. ഉള്ള സമയം അന്നേരം ഉപയോഗപ്പെടുത്തി നിങ്ങളൊക്കെ ആ രീതിയിൽ നല്ലൊരു മനസ്സിൻ്റെ ആളുകളായി ആ വിധത്തിലുള്ളൊരു ചിന്തയുമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ എല്ലാവിധത്തിലും അതിന് ഭംഗം വരാത്ത വിധത്തിൽ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് പരലോകത്ത് കിട്ടുന്ന വിധത്തിൽ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ആരുമല്ല ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും. അങ്ങനെ വരുമ്പോൾ ഒരു വാക്കുപോലും ഒരു നോക്ക് പോലും യഥാർത്ഥം നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. ഖൗലും മഅറൂഫുൻ സദഖ, നല്ലൊരു വാക്ക് പറഞ്ഞാൽ എന്താണ്? ധർമ്മമാണ്. ഒന്നൊരു മുഖത്ത് നോക്കി ഒന്നൊരാൾ ഒരു പുഞ്ചിരി തലാഖത്തുൽ വജ്ഹ് സദഖ, ധർമ്മമാണ്. അപ്പോൾ ആ ചെറിയൊരു ഉള്ളിൽ എന്തോന്ന് വെച്ച് തൽക്കാലം അയാളെന്നെ അങ്ങനെ എന്ത് വിചാരിക്കുക, ആളുകാകുമ്പോൾ ഒന്നും ചിരിച്ചില്ലെങ്കിൽ പുഞ്ചിരിച്ചില്ലെങ്കിൽ എന്നുള്ളതല്ല. നമ്മൾ ഉള്ളറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് ആണ് ചെയ്യുക. അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ കഴിയുക. വീഴ്ച വരുമ്പോൾ നമ്മൾ പടച്ചോനോട് പറയുക, കഴിയുന്നിടത്തും ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുക. ആ വിധത്തിൽ നല്ല ചിന്തയോടെ, ശ്രദ്ധയോടെ, കരുതലോടെ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കാനും ആ വിധത്തിൽ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക. അതിന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിധത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമായി മരിക്കാനുള്ള ആ ഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവുമെല്ലാം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാരാരോഗങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നെല്ലാം അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിങ്ങളായി എന്നുള്ളതിൻ്റെ പേരിൽ ലോകത്ത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന രാജ്യവും ആൾക്കൂട്ടങ്ങളുമുണ്ട്, രാജ്യമുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശരിയായ മുവഹിദുകളായി ജീവിച്ച് അവൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് ആ നിലക്ക് ജീവിച്ച് കഴിയുന്ന, അവൻ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തുക്കളുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمين 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 برحمتك يا أرحم الراحمين الحمد لله رب العالمين. السلام عليكم.